ആ സ്കൂൾ തുറക്കാറായില്ലടാ. ആറിലേക്കല്ലേ പ്രാവശ്യം? എന്തേ ഉപ്പാക്ക് സ്കൂളിലേക്കൊന്നും മേടിച്ചിട്ടില്ല. മേടിച്ചില്ല? മേടിച്ചിട്ടില്ല. ഇന്നലെ മിഞ്ഞാന്നെ പുസ്തകമൊക്കെ മേടിക്കാൻ വേണ്ടി പോയിരുന്നത്. അത് അഫിക്ക മേടിച്ചത്. എന്നോട് പറഞ്ഞു പഴയത് ഉപയോഗിച്ചോന്ന്. അങ്ങനെ പറഞ്ഞു? എന്റെ ഉപ്പ പറഞ്ഞു അങ്ങനെ? ഈ ശരിക്കും നോക്കിയാ എനിക്ക് പുസ്തകം മേടിച്ചില്ല എന്നല്ലേ? ഇല്ല. ഉറപ്പാ? വാടാ. ചാനൽ മാറ്റടാ. ആ എന്നെ വാടാ മുനീറേ. ആ ഇന്നലെ പുസ്തകം മേടിക്കാൻ പോയത് അവന്? പുസ്തകം ബാഗ് മേടിക്കാൻ പോയിരുന്നു അന്നലെ? ആ പോയിരുന്നു. എന്നിട്ട് പുസ്തകം ബാഗ് വാങ്ങിട്ട് പോന്ന്. ബാഗ് എത്ര മേടിച്ചു? ബാഗ് 2 വാങ്ങിണ്ട്. ഒന്ന് ഇവനുള്ളത് മേടിച്ചിട്ടുണ്ടോ? മേടിച്ചില്ലേ? പുസ്തകം മേടിച്ചേ? പുസ്തകം മേടിച്ചിട്ടുണ്ടല്ലോ. മേടിച്ചാ? എല്ലാം മേടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാന് ബില്ല് ഞാൻ കൊടുക്കത് ഇതൊക്കെ എണ്ണി നോക്കിയിട്ടൊന്നുമില്ല. അന്റെ ബാഗ് എവിടെ? പുസ്തകം വാങ്ങിയില്ലേ? ബാഗിന്റെ കാര്യം എന്നോട് എന്താ പറഞ്ഞേ? ആരോടാ പറഞ്ഞേ? മുനീറേ, ഇവന് ഉമ്മല്ലാത്ത കുട്ടിയെന്ന് എനിക്ക് ഓർമ്മ ഉണ്ടാ? മനസ്സിലായില്ലേ? ഓളോട് പറയ് സ്വന്തം കുട്ടിനെ പോലെ ബനി കാണണമെന്ന് ഓളോട് പറഞ്ഞു കൊടുക്കും. ഉമ്മല്ലാത്ത കുട്ടിയത്. ഓന് പഴയ ബാഗ്, പഴയ നോട്ട് പുസ്തകം, പഴയ കീറിയ കൊട. ഞാൻ അറിഞ്ഞില്ല. ഇപ്പൊ വാങ്ങിണ്ട് ഞാൻ കരുതിയത്. അവിടെ എല്ലാം കൂടിയിട്ട് ആ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടാ വാങ്ങിയത്. അപ്പൊ ബില്ല് ഞാൻ കൊടുത്ത്. ഈ എന്റെ ഈ കളിയൊന്നും വേണ്ട, എനിക്ക് മനസ്സിലാവുണ്ടോ കേട്ടാ? സ്വന്തം ചോരയിലത് എന്നിട്ട് ഓന് രണ്ടാള് ഒരേപോലെ കാണണ്ടേ? ഓള് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും രണ്ടാള് ഒരേപോലെ കാണണമെന്ന് പറയും. ഓന് പുസ്തകം മേടിക്കുമ്പോ ബനും മേടിക്കണം, ഓന് ബാഗ് മേടിക്കുമ്പോ ബനും മേടിക്കണം, ഓന് കൊട മേടിക്കുമ്പോ ബനും മേടിക്കണം. അല്ല ഇപ്പൊ അങ്ങനെ തന്നെയല്ലേ ചെയ്യല്? അങ്ങനെ ചെയ്തിട്ടില്ല, അതുകൊണ്ടാ പറയണത്. ഞാൻ അറിഞ്ഞില്ലപ്പാ സത്യം. ചോക്കി, ഓളോട് ചോക്കി. പടാ പുറത്തു പോയിട്ട് കളിച്ചു. എന്തേടി കരുതി? എന്തേ കരുതി? ഇന്നലെ എന്നെ പൊട്ടനാക്കായിരുന്നു ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. അവന്റെ മോന്ത അവിടുന്ന് കണ്ടപ്പോ തന്നെ എന്തോ ഒരു കള്ളലക്ഷണം ഉണ്ടായിരുന്നു. ഈ എന്താടി വിചാരിച്ചിട്ടുള്ളത്? ആ കുട്ടി എന്റെ ആദ്യത്തേലത്തെ കുട്ടിയാണ്. അവന്റെ ഉമ്മ മരിച്ചു പോയത് അവൾക്ക് അറിയണല്ലേ? ഈ എന്റെ കുട്ടിക്ക് മാത്രം വാങ്ങേ? അതും എന്റെ കുട്ടി തന്നെയാണല്ലോ. ഈ 2 എണ്ണത്തിന് വേർതിരിച്ച് കാണാൻ നമുക്ക് എങ്ങനെയാടി പറ്റണത്? എനിക്ക് പറ്റില്ല. അതന്നെ അവിടെ നിക്കടി. എങ്ങോട്ടാ ഈ പോണേ? എടി, ഉപ്പയില്ലാത്ത കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് സ്വന്തം കുട്ടികളെ പോലും ലാളിക്കരുത് എന്ന് പഠിപ്പിച്ച ഒരു പാരമ്പര്യം ഉണ്ടാവണം നമുക്ക്. ഓർമ്മ ഉണ്ടോ നമുക്ക്? ഈ എന്താ കരുതി? അത് ശരി. ആ കൊള്ളാല പരിപാടി. മേലാല് ഇതേപോലത്തെ എന്തേലും പരിപാടി എൻ്റെ അടുത്ത് ഇവിടെ ഉണ്ടായി എന്ന് അറിഞ്ഞാ അന്നെ ഞാൻ എൻ്റെ വീട്ടിലാണ്ട് ഉണ്ടാക്കും. കുട്ടിൻ്റെ കൂടെ ഉണ്ടാവും. ഓർമ്മ ഉണ്ടായിക്കോട്ടെ. അത് ശരി. പോയിക്കോ.